ഇപ്പൊ അതിഥി തൊഴിലാളികള് ഇപ്പൊ ഒരുപാട് ഒട്ടനവധി നിരവധി ആളുകൾ വന്നിട്ട് ഇവിടെ. അപ്പൊ ഇവരെല്ലാവരും വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ ചില മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. ആ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ ഭൂരിഭാഗം ആളുകളും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കണത്. അതുപോലെ ഇപ്പൊ രാത്രി കാലങ്ങളിലായാലും ഇപ്പൊ പലപ്പോഴും ലഹരിയുടെ പിടിയിലാണ് ഇവര്. ലഹരിയുണ്ട്. ഞങ്ങളെ വരെ ചിലപ്പോൾ ആക്രമിക്കാൻ തയ്യാറാവും ചില സാഹചര്യത്തിൽ. ഇപ്പൊ രാത്രി ഞങ്ങൾ അരി മേടിക്കാൻ വേണ്ടി രാത്രി വണ്ടി ഇവിടെ ഇട്ടേക്കും. അപ്പൊ ഇവന്മാര് വന്ന് എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞ് വിളിക്കും. ഞങ്ങള് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോ ചിലപ്പോൾ ഒരു അക്രമാസക്തരാവണ ചില സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. HIV ബാധിക്കണത് വേറൊരു രീതികളല്ല, ലൈംഗികതയാണ് വന്നേന്നാണ് ഞാൻ മനസ്സിലാക്കിയേക്കുന്നത്. ചിലപ്പോൾ എന്റെ അറിയില്ലായ്മയാണോ അറിയില്ല, അത് തന്നെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലാതെ ഒരാൾ സ്പർശിച്ചത് കൊണ്ടോ തൊട്ടത് കൊണ്ടൊന്നും ഉണ്ടാവൂല എന്നാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ ഇപ്പൊ വെച്ചാൽ ലഹരി മരുന്ന് ഏറ്റവും കൂടുതൽ പിടിക്കപ്പെടുന്ന ഇവരുടെ കൈകളിൽ നിന്നാ. ഇത് എന്താണ് ഏതാണെന്നൊന്നും അറിയാൻ പാടില്ല. ഇതിനിപ്പോ ആര് കൊണ്ടുവരുന്നു, ഇവര് തന്നെയാണോ കൊണ്ടുവരുന്നത്, ഇതിന്റെ പിന്നിൽ ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ, ഇതൊന്നും അറിയത്തില്ല. ഇപ്പൊ ലഹരി മരുന്ന് പിടിക്കണേ എവിടെ ഉണ്ടെങ്കിലും ഇവരാ ലഹരി മരുന്ന് കൊണ്ടുവരുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത് എത്രയും പെട്ടെന്ന് നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണ്. സർക്കാർ ഇടപെട്ട് ഇത് നിയന്ത്രിച്ച് ഒരു സമാധാന ജീവിതം ഉണ്ടാക്കണം ഇവിടെ. അത് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നതാ. അപ്പൊ ഈ പ്രോഗ്രാം ജനങ്ങളിലേക്ക് എത്തിയിട്ട് ഇത്തരം കാര്യങ്ങളിൽ നല്ല ബോധവാന്മാരായി അവരുടെ ഇടയിലും ആളുകൾക്ക് നല്ല ബോധവാന്മാരാവത്തക്ക രീതിയിലുള്ള അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞ് അവരെയും ബോധവാന്മാരാക്കാൻ രീതിയിൽ ജനങ്ങൾക്ക് മൊത്തത്തിൽ ഒരു നല്ലൊരു പ്രവർത്തനം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്.